ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. തേപ്പോ അതെന്താ അങ്ങനെ പറഞ്ഞു? നേരത്തെ വന്ന ചിരി പൂർണ്ണമായും അവളിൽ നിന്നപ്പോൾ മാറിയിരുന്നു. മേഘ അവൻ അലിവോടെ നോക്കി. എൻ്റെ പെങ്ങളുടെ മോനായിട്ട് കുഞ്ഞിലെ ഇവിടെ കല്യാണം പറഞ്ഞു വെച്ചതായിരുന്നു. അവർക്കിപ്പോൾ കുറച്ച് കാശൊക്കെ ആയപ്പോൾ എൻ്റെ മോളായിട്ടുള്ള ബന്ധം പോരാന്ന്. എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് ഞങ്ങളും വെച്ചു. കുറേ ദിവസങ്ങളായിട്ട് അവർ ഉരുണ്ട് കളിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ നേരിട്ടെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറയുക. പോരാത്തതിന് അവനെയുള്ള വഴി വെച്ച് കണ്ടപ്പോഴും വിഷമിപ്പിക്കുന്ന തരത്തിൽ എന്താണൊക്കെ പറഞ്ഞു. ആ ഒരു വിഷമത്തിൽ പോകുമ്പോഴാണ് എൻ്റെ മോള് തലറിങ്ങി വീണതും മോൻ്റെ വണ്ടിയുടെ മുമ്പിൽ പെട്ടതും. സുധാകരൻ പറഞ്ഞു കേട്ടപ്പോൾ സിദ്ധാർത്ഥൻ ഞെട്ടലോടെ മേഘയെ നോക്കി. പ്രണയനഷ്ടം സംഭവിച്ചതിൻ്റെ വേദന അവനേക്കാൾ നന്നായിട്ട് ആർക്കറിയാം. മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൻ നിന്നു. പിന്നെ അവിടെ അവനൊരു മിനിറ്റ് പോലും നിൽക്കാൻ തോന്നിയില്ല. എന്നാൽ ശരി, ഞാൻ പോട്ടെ. സുധാകരനോടായി പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് വേഗ ആ റൂമിൽ നിന്ന് ഇറങ്ങി നടന്നു. എന്തോ വല്ലാത്തൊരു നോവ്. അച്ഛനെന്തിനാ ആവശ്യമില്ലാതൊക്കെ പറയാൻ പോയത്? ഇവിടെ ഒരു നാവ് അമ്മ ഉണ്ടായിരുന്നു കിട്ടിയാലും നിനക്ക് നല്ലേ. മേഘ അമ്മുവിനെ നോക്കി കണ്ണുരുട്ടി, കൂടുതൽ അച്ഛനെയും. അതിനിപ്പോൾ എന്താ മോളെ, എന്താണ് വിഷമെന്ന് എടുത്തു ചോദിച്ചപ്പോൾ പറഞ്ഞു പോയതല്ലേ, അതൊന്നും കുഴപ്പമില്ല. അപ്പോഴേക്കും ഡിസ്ചാർജ് ബില്ല് കൊണ്ടുവന്നു. അമ്മു അപ്പം സാധനം എടുത്ത് വെക്കുമ്പോഴേക്കും അച്ഛൻ ബില്ലടച്ച് വന്നു. ഒരു ഓട്ടോ വിളിച്ച് 4 ആളും വീട്ടിലേക്ക് യാത്രയായി. വീടെത്താനായപ്പോൾ മേഘയുടെ നെഞ്ചിടിച്ച് തുടങ്ങി. എത്രയൊക്കെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും ജീവേട്ടനൊരു നോവ് തന്നെയാണ്. അപ്പച്ചിയുടെ വീടെത്തിയപ്പോൾ അങ്ങോട്ടേക്ക് നോക്കേണ്ടെന്ന് കരുതിയെങ്കിലും സ്ഥിരം ശീലമായതുകൊണ്ട് കണ്ണുകൾ അങ്ങോട്ടേക്ക് ചെന്നു. ഇതെന്താ പെട്ടെന്നൊരു പെയിന്റ് അടിയൊക്കെ? പെയിന്റ് അടിക്കുന്നതിന് മുന്നോടിയായി അപ്പച്ചിയുടെ വീട് ഉരച്ച് കഴുകുന്നുണ്ട്. മോളിനി അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കണ്ട. കല്യാണം ഉറപ്പിക്കലുണ്ടാവുന്ന തോന്നുന്നുണ്ട്. അതാ പുതിയ ഒരുക്കങ്ങളൊക്കെ. വീട്ടിലെത്തി ഇറങ്ങുമ്പോഴും മേഘ കണ്ടു പുതിയ ചെടിച്ചട്ടികളൊക്കെ മതിലരികിൽ നിരത്തുന്നു. സുമതി ഫ്രണ്ടിൽ നിന്ന് പണിക്കാർക്ക് എന്തോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. മേഘയെ കണ്ട ഉടനെ തന്നെ സുമതി വേഗ അകത്തേക്ക് ഓടിക്കയറി. ഒരു ദീർഘനിശ്വാസത്തോടെ മേഘ അകത്തേക്ക് കയറി. പുറത്തുനിന്നുള്ള ശബ്ദം കേട്ടപ്പോഴേക്കും ഗീത ഓടി വന്നിരുന്നു. അമ്മ ഉപദേശത്തിന്റെ കെട്ടഴിച്ചു തുടങ്ങിയപ്പോൾ മേഘയ്ക്ക് തലവേദന എടുത്ത് തുടങ്ങിയിരുന്നു. കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി. മുറിയിൽ കിടന്നാലും അപ്പുറത്തെ ബഹളങ്ങൾ കേൾക്കാം. ഇടയ്ക്ക് ജീവന്റെ ശബ്ദവും കേട്ടു. ഇനിയിപ്പോൾ പല കാഴ്ചകളും കൺമുമ്പിൽ കാണും. അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് തുടങ്ങണം. മേഘയുടെ കണ്ണുനീർ തലയിണയെ നനച്ചു തുടങ്ങിയിരുന്നു. അമ്മ ഉപദേശത്തിന്റെ കെട്ടഴിച്ചു തുടങ്ങിയപ്പോൾ മേഘയ്ക്ക് തലവേദന എടുത്ത് തുടങ്ങിയിരുന്നു. കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി. മുറിയിൽ കിടന്നാലും അപ്പുറത്തെ ബഹളങ്ങൾ കേൾക്കാം. ഇടയ്ക്ക് ജീവന്റെ ശബ്ദവും കേട്ടു. ഇനിയിപ്പോൾ പല കാഴ്ചകളും കൺമുമ്പിൽ കാണും. അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് തുടങ്ങണം. മേഘയുടെ കണ്ണുനീർ തലയിണയെ നനച്ചു തുടങ്ങിയിരുന്നു. ആ കിടന്ന കിടപ്പിൽ നിന്ന് അവൾ പിന്നെ കണ്ണു തുറന്ന് ആരുടെയോ സംസാരം കേട്ടിട്ടാണ്. ഒന്ന് ചെവിയേർത്തപ്പോൾ മനസ്സിലായി ഹസ്നയാണെന്ന്. മുടിയൊന്ന് വാരിക്കെട്ടി മേഘ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അമ്മയും ഹസ്നയും കൂടെ കൊണ്ടുപിടിച്ച സംസാരത്തിലാണ്. മേഘയെ കണ്ടപ്പോൾ അവർ പെട്ടെന്ന് സംസാരം നിർത്തി. ജീവേട്ടന്റെ കാര്യമായിരിക്കും അമ്മ ഹസ്നയോട് പറയുന്നെന്ന് അവൾക്ക് തോന്നി. ആ, നീ എഴുന്നേറ്റോ? ഹസ്ന ചോദിച്ചപ്പോൾ മേഘ അതിന് വെറുതെ ചിരിച്ചതേയുള്ളൂ. വയ്യം പോയി കിടന്നോടി, നീ വീട്ടിലേക്ക് പോകുന്ന പറഞ്ഞ വെറുതെ കാണാൻ കയറിയതാ. ഏയ്, ഇപ്പൊ വയ്യായിക്കൊന്നുമില്ല ഹസ്നത്ത്, ഞാൻ കുറെ നേരം കിടന്നുറങ്ങാം. അവൾ ഹസ്നയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ഉച്ചയൂണിന്റെ സമയമായതിനാൽ അമ്മ നിർബന്ധിച്ച് ഹസ്നയെ ആഹാരം കഴിപ്പിച്ചു. ഞാനില്ലാതെ അവിടെ പാടുവിടുന്നുണ്ടോ? ഞാൻ നാളെ തൊട്ട് വരാട്ടോ. ഹസ്ന ഇറങ്ങാൻ നേരം മേഘ പറഞ്ഞു. നീയില്ലാതെ ഞാൻ പാടൊക്കെ പെടുന്നുണ്ട്, എന്നാലും നിന്റെ ശരിക്കും മാറിയിട്ട് വന്നാൽ മതി. നിന്റെ മനസ്സൊക്കെ ഒന്ന് ശരിയാവട്ടെ. ഹസ്ന സങ്കടത്തോടെ മേഘയുടെ തലയിൽ തലോടി. ഹസ്നയ്ക്ക് അറിയാവുന്നതാണ് മേഘയ്ക്ക് ജീവൻ എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്ന്. അപ്പോഴേക്കും ഗീത അങ്ങോട്ടേക്ക് വന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി ഇവിടെ ഇങ്ങനെ ഇരുന്നാലാ ഓരോന്ന് ആലോചിച്ചോരോ കുഴപ്പമുണ്ടാവുക. അത് പറയുമ്പോൾ കണ്ണുകൾ അപ്പുറത്തെ പറമ്പിലേക്ക് അറിയാതെ ഒന്ന് പാളി. എത്രയൊക്കെ നോക്കേണ്ടെന്ന് കരുതിയാലും സ്വയം അറിയാതെ തന്നെ കണ്ണുകൾ അങ്ങോട്ടേക്ക് നീങ്ങുന്നു. നീ ഒന്നും ആലോചിച്ച് വിഷമിക്കാതിരിക്കും. ആ തെണ്ടി പോണെങ്കിൽ അങ്ങ് പോട്ടിടി. അവന് നിന്നെ പോലെ ഒരു പെണ്ണിനെ കിട്ടാനുള്ള യോഗമൊന്നുമില്ലെന്ന് കരുതിയാൽ മതി. എൻ്റെ മേഘയ്ക്ക് ഒരു രാജകുമാരൻ വരും, നോയിക്കോ. മേഘയുടെ കവിളിലായി പിടിച്ചൊന്ന് കൊഞ്ചിച്ചുകൊണ്ട് ഹസ്ന പറഞ്ഞു. ഒന്ന് പോവാ ഹസ്നത്ത, എനിക്കൊരു രാജകുമാരൻ ഇനി വേണ്ട. ആരെയും സങ്കടപ്പെടുത്താതെയും ഭാരാകാതെയും ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഹസ്ന അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. ശരി, എന്നാൽ പിള്ളേര് വരാനായില്ലേ? ഹസ്നത്ത് പോയിക്കോ, ഞാൻ നാളെ വരാം. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഹസ്ന അവിടെ നിന്ന് ഇറങ്ങി. അവൾ പോയതിനു ശേഷം മേഘ പിന്നെയും മുറിയിലേക്ക് തന്നെ കയറി. ആകെ വല്ലാത്തൊരു മടുപ്പ് വന്ന് പൊതിയുന്നു. ജീവനെ മറക്കാൻ താൻ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാലും ജീവേട്ടനെ എങ്ങനെയാണ് തന്നെ ഇത്ര പെട്ടെന്ന് മറക്കാൻ സാധിച്ചത്? അല്ലെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും ആയിരിക്കില്ല. കുറെ മുമ്പ് തന്നെ മനസ്സിൽ തീരുമാനമെടുത്തിട്ടുണ്ടാവും. അല്ലാതെ ഇങ്ങനെയൊക്കെ മനുഷ്യനെ പെരുമാറാൻ സാധിക്കുമോ? എത്രയൊക്കെ വിചാരിക്കേണ്ടെന്ന് കരുതിയാലും ജീവൻ തന്നെയാണ് മനസ്സിലേക്ക് വരുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര നാൾ പിടിക്കും? ഇനി ഒരിക്കലും ഈ ഓർമ്മകളിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലേ? അമ്മുവും അപ്പവും അപ്പോഴേക്ക് എവിടെ നിന്നോ ഓടി വന്നു. അവരെ പഠിക്കാൻ സഹായിച്ചും അവരോടത്ത് സംസാരിച്ചും മേഘ അങ്ങനെയിരുന്നു. ഏഴിലും തറവാട്ടിൽ എല്ലാവരും കൂടിയിരിക്കുകയാണ്. കല്യാണിയുടെയും പരമേശ്വരന്റെയും 3 അമ്മാവന്മാരും അവരുടെ മക്കളും
ഏറ്റവും മുന്നിലായി തറവാട്ടമ്മയും ചാരുകസേരയിലായി ഇരിക്കുന്നുണ്ട്. ബന്ധുക്കളെ പരമേശ്വരൻ വിളിച്ചു വരുത്തിയതാണ്. ഭൈരവനോടും വൈദേഹിയോടും കല്യാണക്കാര്യം സംസാരിക്കണം. താനും സിദ്ധാർത്ഥ അവരും മാത്രം പോരാ ഈ കാര്യം സംസാരിക്കാൻ. ബന്ധുക്കളുടെ സാന്നിധ്യം കൂടെ അവിടെ വേണമെന്ന് അയാൾക്ക് തോന്നി. എല്ലാവരും വന്നതിന് ശേഷമാണ് രേണുക കാര്യം അറിഞ്ഞത്. തന്നോട് ചോദിക്കാതെ അവർ വിളിച്ചു വരുത്തിയതിൽ രേണുക പരമേശ്വരനോട് മുഖം വീർപ്പിച്ച് നടന്നു. രേണു, നീ എന്തിനങ്ങനെ ദേഷ്യപ്പെട്ട് നടക്കുന്നത്? സൈകിട്ട് അയാൾ ഒരു തവണ ചോദിക്കുകയും ചെയ്തു. എന്തിനാണെന്നോ, അവിടെ എന്റെ മോനെ വേണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ നിങ്ങളെന്തിനാ വെറുതെ അതിന്റെ പുറകെ കിടക്കുന്നത്? എത്രയും പെട്ടെന്ന് അവന് പറ്റിയൊരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ നോക്കാതെ ഇവിടെ ഒരു കൂടിയാലോചനയും ചർച്ചയും. പോയത് പോട്ടേന്ന് വെക്കാതെ പിന്നെയും നാളെ അതിന്റെ പുറകെ പോകാൻ അച്ഛനും മോനും നിൽക്കുന്നു. രേണു, നീ നിന്റെ മോന്റെ വിഷമം മനസ്സിലാക്കുന്ന ഒരു അമ്മയാണെങ്കിൽ ഒരിക്കലും ഇത് പറയില്ലായിരുന്നു. അവനിപ്പോഴും വൈദേഹി വലിയ ഇഷ്ടമാ. അവരീ പറയുന്ന ജാതകത്തിന്റെ കഥ ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ, സിത്തു അതൊക്കെ നേരിടാൻ തയ്യാറാണ്. നമുക്ക് നമ്മുടെ മോന്റെ ഇഷ്ടമല്ലേ രേണു വരുന്നത്. അവരൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ. എന്തിനാ വെറുതെ നീ ആവശ്യമില്ലാതെ പറയാൻ നിൽക്കുന്നത്? ഞാനൊന്നും പറയുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. അവനെ തലയിലെടുത്ത് വെക്കാനുള്ള കുഴപ്പമുള്ളൂ നിങ്ങളുടെ മോന്. രേണുക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തന്റെ ആകെയുള്ള ഒരു മകന് നല്ലൊരു ജീവിതം കിട്ടാൻ അവർ പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയില്ല, കയറിയിറങ്ങാത്ത അമ്പലങ്ങളില്ല. ഏതോ ഒരു നിമിഷത്തെ പ്രാർത്ഥന ദൈവം കേട്ടുകൊണ്ടാവണം വൈദേഹിക്ക് തന്നെ ഇതിൽ നിന്നും പിന്മാറാൻ തോന്നിയത്. മൂത്തമ്മാവൻ ചെന്ന് വൈദേഹിയെയും ഭൈരവനെയും തറവാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. അച്ഛന്റെ തൊട്ടടുത്തായി സിദ്ധാർത്ഥൻ നിന്നു. അമ്മാവന്മാർക്കും അച്ഛനൊപ്പം ഇരിക്കുകയാണ് വൈദേഹി. അവൾ അറിയാതെ പോലും തന്നെ നോക്കുന്നില്ലെന്നുള്ളത് സിദ്ധാർത്ഥിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഭൈരവ, ഇനി വളച്ചിട്ടില്ല ആ കാര്യം പറയാം. ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു വെച്ചതല്ല വൈദേഹിയുടെയും സിദ്ധാർത്ഥിന്റെയും കുടുംബക്കാര്യം. പെട്ടെന്ന് ഇപ്പൊ നിങ്ങളിങ്ങനെ പിന്മാറണമെന്നൊക്കെ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ മനസ്സെന്തിനാ നോവിക്കുന്നത്? ഭൈരവൻ എന്തോ പറയാൻ പോയതും വൈദേഹി കയ്യർത്തി തടഞ്ഞു. ആരുടെ മനസ്സ് നോവിച്ച കാര്യം അമ്മാവൻ പറയുന്നത്? ഇപ്പൊ സംസാരിക്കുന്ന എന്റെയും സിദ്ധാർത്ഥിന്റെയും കാര്യം. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം പറയാം. എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. അത് ഞാൻ സിദ്ധാർത്ഥിനോട് നേരിട്ട് പറഞ്ഞതാ. പിന്നെ എന്തിനാ ഇങ്ങനെ എല്ലാവരും വിളിച്ചുകൂട്ടുന്നത് സംസാരിക്കുന്നു? ഇങ്ങനെയൊക്കെ ചെയ്ത എന്റെ മനസ്സുവാരെന്ന് കരുതിയോ? ഒരിക്കലുമില്ല. എനിക്ക് ഇയാളുമായിട്ടുള്ളൊരു ബന്ധത്തിനും ഇനി യാതൊരു താല്പര്യവുമില്ല. ഇതിൽ കൂടുതലായിട്ട് അച്ഛനും എനിക്ക് യാതൊന്നും പറയാനുമില്ല. അമ്മാവനോട് ബഹുമാനമുള്ളതുകൊണ്ട് വിളിച്ചപ്പോൾ വന്നു. ഇനി ഈ കാര്യം പറഞ്ഞ ആരും ഞങ്ങളുടെ അടുത്തേക്ക് വരണമെന്നില്ല. എല്ലാം ഇതുകൊണ്ട് അവസാനിപ്പിച്ചേക്കണം. ഉറച്ച ശബ്ദത്തിൽ വൈദേഹി പറഞ്ഞപ്പോൾ എല്ലാവരും അവളെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. എല്ലാവരെയും പിടിച്ചിരുത്താൻ മാത്രമേ എന്തോ ഒരു ശക്തി ഉണ്ടായിരുന്ന അവളുടെ വാക്കുകൾക്ക്. അത്ര നേരം അവളെ തന്നെ കേട്ടുകൊണ്ടിരുന്ന സിദ്ധാർത്ഥിന്റെ മുഖത്ത് കോപം നിറഞ്ഞു. ആർക്കെങ്കിലും തടയാൻ പറ്റുന്നതിന് മുമ്പ് അവൾ ഓടിച്ചെന്ന് വൈദേഹിയുടെ കഴുത്തിലായി കുത്തിപ്പിടിച്ചു. സിദ്ധു, എന്താണ് കാണിക്കുന്നത്? എല്ലാവരും ആ കാഴ്ച കൊണ്ട് സ്തംഭിച്ചിരുന്നു പോയെങ്കിലും പരമേശ്വരൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് സിദ്ധാർത്ഥിന്റെ വൈദേഹിയുടെ അരികിലേക്ക് ഓടി. സിദ്ധാർത്ഥിന്റെ പിടുത്തം കൊണ്ട് വൈദേഹിയുടെ കണ്ണുകൾ തുറിച്ചു വരുന്നുണ്ടായിരുന്നു. ഭൈരവനാകെ ഭയന്നു പോയിരുന്നു. ഒന്ന് എഴുന്നേൽക്കാനാവാത്ത വിധം അയാളുടെ ദേഹമാകെ തരിച്ചു. എന്തായാലും നിന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ ചാവുന്നല്ല പറയുന്നത്. അത് കുറച്ച് നേരത്തെ തന്നെ ആയിക്കോട്ടെ. ആദ്യം നീ ചാവ്, പുറകെ ഞാനും വരാം. നീ കൂടെയില്ലാത്ത എന്റെ ജീവിതം എന്റെ മരണമാണ് വൈദേഹി. നീ ഇല്ലാതെ എനിക്ക് ഭൂമിയിൽ ജീവിക്കണ്ട. നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോവാം. സിദ്ധാർത്ഥ് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ അവളുടെ കഴുത്തിലെ പിടിയമർത്തി. അവളുടെ പിടച്ചിൽ കണ്ട് സിദ്ധാർത്ഥിന്റെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു. എന്നാലും എന്തോ ഒരു ഉന്മാദാവസ്ഥയിലായിരുന്നു അവൻ. എടാ പിടിവിട! പരമേശ്വരൻ സിദ്ധാർത്ഥിനെ പിടിച്ചു വലിച്ചെങ്കിലും അവന് പിടിയിട്ടില്ല. അപ്പോഴേക്കും ബാക്കിയുള്ളവർ എഴുന്നേറ്റ് വന്നു. എല്ലാവരും കൂടെ സിദ്ധാർത്ഥിനെ ഒരുവിധം പിടിച്ചു മാറ്റി. അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട വൈദേഹി ഉറക്കെ ചുമക്കുകയും കിതക്കുകയും ചെയ്തു. എന്താടാ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? പരമേശ്വരൻ അവനെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. രേണുകയെ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ശ്വാസമൊക്കെ നേരെ കിട്ടി തുടങ്ങിയപ്പോൾ വൈദേഹി അവനെ പകയോടെ നോക്കി. സിദ്ധാർത്ഥിനെ പിടിച്ചിരിക്കുന്ന പരമേശ്വരനെ തള്ളി മാറ്റിക്കൊണ്ട് വൈദേഹി അവന്റെ മുമ്പിലേക്ക് വന്ന് അവന്റെ കവിളിലായി ആഞ്ഞടിച്ചു. ഒരടി അടിച്ച് പോരാതെ പിന്നെ അവന്റെ രണ്ട് കവിളിലുമായി അവൾ മാറി മാറി അടിച്ചു. ഒന്നും മിണ്ടാതെ അനങ്ങാതെയും സിദ്ധാർത്ഥ് അവളുടെ അടി മുഴുവൻ നിന്ന് കൊണ്ടു. നീ എന്താണ് എന്നെ ചെയ്ത്? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഒരു പെണ്ണ് വേണ്ടെന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും മാനസികപരം ഇല്ലാത്തവരെ എനിക്കിനി വേണ്ട. പോയി നീ നിന്റെ പണി നോക്കടാ. ഇനിയെങ്ങാനും നീ എന്റെ പിറകെ വന്നാ ഈ വൈദേഹിയുടെ മറ്റൊരു മുഖം നീ കാണും. നാണമില്ലാത്തവരെ. നീ ചാവുകയാണെങ്കിൽ ഒറ്റക്ക് പോയി ചാവടാ. വൈദേഹി, മതി, നമുക്ക് പോവാം. ഭൈരൻ അവളെ പുറകിൽ നിന്ന് വിളിച്ചു. പക്ഷെ അവൾക്ക് പകടങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും കഴുത്തു വല്ലാതെ നീറി പുകയുന്ന പോലെ. ഇവന്റെ ആ പിടുത്തം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ? ഇനി ഈ കാര്യം പറഞ്ഞ ഒറ്റൊരെണ്ണ ആ പടി ചവിട്ടി പോരുത്. തറവാട്ടിൽ നിന്ന് ഇറങ്ങും വഴി വൈദേഹി എല്ലാവരെയും നോക്കി ഒന്നുകൂടെ ഭീഷണിപ്പെടുത്തി. വന്ന ബന്ധുക്കളൊക്കെ ആകെ നാണം കെട്ട പോലെയായി. ഇനി ഈ കാര്യം പറഞ്ഞ് തങ്ങൾ വിളിക്കരുതെന്നും പറഞ്ഞ് വന്നവരെല്ലാം പിരിഞ്ഞുപോയി. തറവാട്ടം ഒന്നും മിണ്ടാതിരുന്ന് കണ്ണീർ വാർത്തു. തന്റെ രണ്ട് കൊച്ചുമക്കളാണ് ഇപ്പോൾ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്നത്. ആരുടെ കൂടെ നിൽക്കുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. സിദ്ധു, ഇനിയും നിനക്ക് അവള് വേണോ? ഇനി അവളെ പിറകെ പോകാനാണ് ഭാവെങ്കിൽ ഈ അച്ഛനെ അമ്മയും നീ മറന്നേക്ക്. അമ്മ ഇടയ്ക്കിടെ അങ്ങനെ പറയാറുണ്ടെങ്കിലും അച്ഛന്റെ വായിൽ നിന്ന് അങ്ങനെയൊന്നും ആദ്യമായിട്ടാണ് അവൻ കേൾക്കുന്നത്. അച്ഛനും മതിയായി എന്ന് അവന് മനസ്സിലായി. ഒന്നും മിണ്ടാത്ത തലയും കുനിച്ച് സിദ്ധാർത്ഥ് നിന്നു. വീട്ടിലേക്ക് കയറും വഴി വൈദേഹി തറവാട്ടിലേക്കും തിരിഞ്ഞു നോക്കി. എല്ലാവരും ഇറങ്ങിപ്പോവുകയാണ്. വീട്ടിൽ കയറി വാതിലടച്ച് അവൾ തലയും താങ്ങി സോഫയിലേക്ക് ഇരുന്നു. വൈദേഹി, ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഭൈരവൻ ആളുടെ അരികിൽ വന്നിരുന്നോണ്ട് ചോദിച്ചു. ഇല്ല ചാ, കുഴപ്പമൊന്നുമില്ല.
ഇനിയും ഇങ്ങനെ പലതും നടക്കും. നിന്റെ മനസ്സ് ചഞ്ചലപ്പെടരുത്. സിദ്ധാർത്ഥിനെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി അവളാവണം നിന്റെ ലക്ഷ്യം. കേട്ടല്ലോ? ഭൈരവൻ വൈദേഹിയെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. ഉറപ്പുള്ള മനസ്സുമായി വൈദേഹി അച്ഛനോട് തലയാട്ടി സമ്മതിച്ചു. പുലർച്ചെ രേണുക എഴുന്നേറ്റപ്പോൾ സിദ്ധാർത്ഥിന്റെ മുറിയിൽ വെളിച്ചം കണ്ടു. ആന്തലോടെയാണ് സിദ്ധാർത്ഥിന്റെ മുറിയുടെ നേരെ അവർ ഓടിയത്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവൻ തന്റെ ബാഗിലേക്ക് വസ്ത്രങ്ങൾ അടുക്കി വെക്കുകയാണ്. സിധു, എങ്ങോട്ടാണ് രാവിലെ തന്നെ? ഇനിയും പ്രശ്നം ഉണ്ടാക്കാനാണ് നിന്റെ പുറപ്പാട്? ഞാൻ ആരുമായിട്ടൊരു പ്രശ്നത്തിൽ നിൽക്കുന്നില്ല. ഞാൻ ചെന്നൈക്ക് തിരിച്ചു പോവാ. ഇന്ന് തന്നെ പോണ മോനെ? അലി വേണ്ട, മോൻ പോയിക്കോ. ലീവ് കിട്ടുമ്പോൾ ആദ്യത്തെ പോലെ വന്നാൽ മതി. അവനെ വിടാൻ തീരെ ഇഷ്ടമില്ലെങ്കിലും അവൻ ഈ അവസ്ഥയിൽ നിന്ന് മാറിക്കുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നിയിരുന്നു. ചായ എടുക്കട്ടെ സിധു? ബാഗ് തോളിലേക്ക് ഇട്ടപ്പോൾ രേണുക അവനോട് ചോദിച്ചു. വേണ്ടെന്ന് കണ്ണടച്ച് കാണിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. പുറത്തേക്ക് ഇറങ്ങി ഗേറ്റിന് വെളിയിൽ പോവാതെ അവൻ വൈദേഹിയുടെ വീടിന്റെ നേർക്ക് നടക്കുന്ന കണ്ടപ്പോൾ രേണുക പേടിയോടെ പിന്നാലെ ഓടിച്ചെന്നു. എങ്ങോട്ടാ സിധു? ഇനിയും വഴക്കിന് പോവാണോ? ഇല്ലമ്മേ, അവസാനമായിട്ട് അവളോട് നീ യാത്ര പറയണം. ഇന്നലെ ചെയ്ത തെറ്റിനൊക്കെ മാപ്പും പറയണം. തന്റെ മകൻ ഒരു ദിവസം കൊണ്ട് വല്ലാതെ ആടി ഉലഞ്ഞു പോയെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. മാപ്പ് പറയാനാണ് പോകുന്നതെന്ന് പറഞ്ഞെങ്കിലും പേടികൊണ്ട് രേണുക അവന്റെ പിന്നാലെ ചെന്നു. വീടിന്റെ അരികിലായി നിന്നു. കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ തന്നെ വൈദേഹി വന്ന് വാതിൽ തുറന്നു. നീയോ? നീ എന്താ ഇവിടെ? വല്ലാത്ത വെറുപ്പോടെ അവൾ ചോദിച്ചു. ഞാൻ ചെന്നൈക്ക് തിരിച്ചു പോവാ വൈദേഹി. അതിന് ഞാനെന്ത് വേണം? പുച്ഛത്തോടെ വൈദേഹി ഒന്ന് മുഖം കൂട്ടി. ഇന്നലെ ഞാൻ നിന്നോട് വല്ലാത്ത തെറ്റാ ചെയ്ത്. മാപ്പ്. ഒരു മാപ്പ് പറഞ്ഞാലൊന്നും ചെയ്ത് തെറ്റല്ലാവില്ലെന്ന് എനിക്ക് ബോധമുണ്ട്. എന്നാലും അതല്ലാതെ എനിക്കിപ്പോൾ വേറെ വഴിയില്ല. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല. ഇനി ഒരിക്കലും സിദ്ധുവിൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാവില്ല. നിനക്കൊരു ശല്യമായിട്ട് ഞാൻ മുന്നിൽ വരികയും ചെയ്യില്ല. നീ പറഞ്ഞത് ശരിയാ. മാനസിക ബലം എനിക്ക് തീരെയില്ല. അതുകൊണ്ടാണല്ലോ നീ എന്നെ ഒരു പട്ടിയെപ്പോലെ ആട്ടി ഓടിച്ചിട്ടും പിന്നെയും ഞാൻ പുറകെ വന്നത്. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു വൈദേഹി, എൻ്റെ ജീവന തുല്യം. എല്ലാം മറക്കാൻ ഞാൻ ശ്രമിക്കാം. ശരി, ബൈ. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് സിദ്ധാർത്ഥ് തിരികെ നടന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഹൃദയം പറഞ്ഞു പോകുന്ന പോലൊരു വേദന അവന് വന്ന് പൊതിഞ്ഞു. ഓർമ്മ വെച്ച നാൾ മുതൽ മനസ്സിൽ കൊണ്ട് നടക്കുന്നവളാണ്. ഇപ്പോൾ അവളെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പെട്ടെന്നൊന്നും അവളെ തന്നിൽ നിന്ന് പറിച്ചു മാറ്റാൻ ഒരിക്കലും കഴിയില്ലെന്ന് അവന് നല്ല ഉറപ്പായിരുന്നു. വേലിയുടെ അതിരിൽ നിന്ന് രേണുക ഈ കാഴ്ചകളെല്ലാം കാണുന്നുണ്ടായിരുന്നു. തന്റെ മകൻ ഇപ്പോൾ കുറച്ച് വിഷമിച്ചാലും ഭാവിയിൽ അവൻ എന്നും സന്തോഷവാനായിരിക്കുമെന്ന് അവർക്ക് തോന്നി. പോകുന്ന പോക്കിൽ അവൻ അമ്മയെ നോക്കി കൈവീശി. തറവാട്ടിലെ കാർ ഗേറ്റ് കടന്നു പോകുമ്പോഴും അവരവിടെ തന്നെ നിന്നു. നിങ്ങൾക്കിപ്പോൾ തൃപ്തിയായി കാണുമല്ലേ? വൈദേഹിയാണ് അവളുടെ വീടിന്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതേടി, ചെറിയൊരു തൃപ്തിയൊക്കെ തോന്നുന്നുണ്ട്. ഇനി എൻ്റെ മോൻ രക്ഷപ്പെടും, എനിക്ക് ഉറപ്പാ. അവൾ നോക്കിയൊന്ന് മുഖം കൂട്ടി രേണുക അവരുടെ വീട്ടിലേക്ക് പോയി. വൈദേഹിക്ക് രേണുകയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. തന്നോട് പണ്ടേ അവർക്ക് അത്ര താല്പര്യമില്ല എന്നുള്ള കാര്യമൊക്കെ അവൾക്കറിയാം. എന്നാലും എടി പൊടിയെന്നൊന്നും വിളിച്ചിരുന്നില്ല. ഇതിപ്പോ മുഖത്ത് നോക്കി അതേടി എന്ന് പറഞ്ഞിരിക്കുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. രേണുക പോയ വഴിയെ നോക്കിക്കൊണ്ട് വൈദേഹി ഉറക്കി വിളിച്ചു പറഞ്ഞു. പിന്നെ സിദ്ധു പോയ വഴിയിൽ അവൾ നിരാശയോടെ നോക്കി. സിദ്ധു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്താണ്? അവന്റെ മനസ്സിൽ ഇനി താൻ ഒരിക്കലും ഉണ്ടാവില്ലേ? അവൻ വേറെ വിവാഹം കഴിച്ച് താൻ അവളെ ബലി കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവന്റെ അടുക്കിലേക്ക് ചെന്ന് അവൻ തന്നെ ആട്ടിവിടുക. അവനിനി ഒരിക്കലും തനിക്ക് ലഭിക്കില്ലേ? കലുഷിതമായ മനസ്സോടെയാണ് വൈദേഹി വീടിനകത്തേക്ക് കയറിയത്. അവളെ കാത്തിരിക്കുന്ന പോലെ ഭൈരവനാട് ഇരിപ്പുണ്ടായിരുന്നു. അവൻ പോയി അല്ലേ? അയാൾ ചോദിച്ചു. പോയി, ഇനി ശല്യം ചെയ്യാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു. എത്ര മറച്ചു വെച്ചിട്ടും അവളുടെ സങ്കടം അവൾക്ക് മുഖത്തൊന്നും മറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വൈദേഹി, നീ ചിന്തിക്കുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം. ആശങ്ക വേണ്ട. അവൻ്റെ പെണ്ണിനെ ബലി കൊടുത്തു കഴിഞ്ഞാൽ ബലിരൂപി നിന്റെ ഏതാഗ്രഹവും നടത്തിത്തരും. അവൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോൾ നിന്നോടുള്ള സ്നേഹം പോയാലും അവളുടെ ശക്തി കൊണ്ട് അവൻ നിന്നിൽ വീണ്ടും ആകൃഷ്ടനാവും. അതുകൊണ്ട് ബാലിശമായ ചിന്തകളൊന്നും മനസ്സിൽ വെക്കേണ്ട. കേട്ടല്ലോ? ഇല്ല ചാ. നമുക്ക് ചെയ്തു തീർക്കാൻ ഇനിയും ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. ദിവ്യ ബലിക്ക് മുമ്പ് വേറെ 2 ബലി കൂടെ നമ്മൾ നടത്തേണ്ടി വരും. അറിയാലോ? തൽക്കാലം നീ ഇപ്പോൾ അവൻ്റെ പിന്നാലെ ചിന്തകൾ അഴിച്ചുവിടാതെ ബലിയുടെ കാര്യങ്ങൾ ചിന്തിക്കുക. അതിനു പറ്റിയ ആളുകളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ശരിയാ ചാ. ബലിയുടെ കാര്യമൊക്കെ ഓർത്തപ്പോൾ വൈദേഹിയിലെ ഒരു ആവേശമൊക്കെ നിറഞ്ഞു. എല്ലാം ശരിയാവും അവൾ തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. 4-5 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞു. മേഘ പതിവ് പോലെ ജോലിക്ക് പോയി തുടങ്ങി. ഇടയ്ക്കൊരു തവണ ജിനി മേഘയെ അന്വേഷിച്ചു വന്നു. കുറെ കരഞ്ഞു വിളിച്ചിട്ടാണ് അവൾ പിന്നെ തിരികെ പോയത്. അവൾക്ക് ജീവന്റെ പുതിയ ബന്ധം തീരെ ഇഷ്ടമായിരുന്നില്ല. അവൾ കുറെ എതിർത്ത് നോക്കിയതാണ്. പക്ഷെ അമ്മയും ചേട്ടനും സമ്മതിക്കുന്നില്ല. മോളെ, ചേർച്ചയില്ലാത്തതിനെ ചേർത്ത് വെക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. എനിക്കും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനോടൊക്കെ ഞാൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. നീയും അതിനോടൊക്കെ പൊരുത്തപ്പെടണം. പുതിയ അടുത്തമ്മയായിട്ട് സന്തോഷമായിട്ടിരിക്കണം. മേഘ അവളെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. ആദ്യമൊക്കെ താൻ കരുതിയിരുന്നു ജീവേട്ടൻ കൂടെയില്ലെങ്കിൽ താൻ മരിച്ചു പോകുമെന്ന്. പക്ഷേ ഇപ്പോൾ ആദ്യത്തെ ദിവസം തോന്നിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നേയില്ലെന്ന് മേഘ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. മനുഷ്യന്റെ മനസ്സ് എത്ര വിചിത്രമാണ്. ചിലപ്പോൾ ഇതിനൊക്കെ ആയിരിക്കും ദൈവം മറക്കാനുള്ള അനുഗ്രഹം മനുഷ്യനെ തന്നത്.
2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ജീവന്റെ വീട്ടുമുറ്റത്ത് ഒരു പന്തലുയർന്നു. ജീവന്റെ നിശ്ചയമാണ് നടക്കാൻ പോകുന്നതെന്ന് ബസ്സിലെ മറ്റു ഡ്രൈവർമാർ വഴി സുധാകരൻ അറിഞ്ഞു. അയാൾ അത് വീട്ടിൽ വന്ന് ഭാര്യയോടും മക്കളോടും പറഞ്ഞു. നിശ്ചയം വസന്തന്റെ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത്. എന്നാലും ചെറിയൊരു പാർട്ടി ജീവന്റെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിനാണ് പന്തലൊക്കെ ഇട്ടത്. പിറ്റേന്ന് മേഘയും കുട്ടികളൊക്കെ പോയതിനു ശേഷം സുമതി രാഘവനെയും കൂട്ടി മേഘയുടെ വീട്ടിലേക്ക് പതുങ്ങി വന്നു. പുതുപ്പണക്കാരൊക്കെ എന്താ ഈ വഴിക്ക്? രണ്ടാളെയും കണ്ട ഉടനെ ഗീത പരിഹാസത്തോടെ ചോദിച്ചു. ചേച്ചി, ഞങ്ങളോട് വിഷമമൊന്നും വിചാരിക്കരുത്. എന്ത് ചെയ്യാനാ, നമ്മുടെ നിലയും വിലയും തമ്മിൽ ചേരില്ല. സുമതി പറയുന്ന കേട്ടപ്പോൾ ഗീതയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.